ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ പലപ്പോഴും അത് ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായ വികാരമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ആക്ഷേപമുയരാറുണ്ട്. ഇക്കുറിയും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ LDF അവരുടെ സ്വാധീന മേഖലകളിലാണ് പുതിയ വാർഡുകൾ ഉണ്ടാക്കിയത് എന്ന ആക്ഷേപമുയർന്നിരുന്നു. തിരുവനന്തപുരത്ത് നിലവിലുണ്ടായിരുന്ന 9 വാർഡുകൾ, അത് പല മേഖലകളിലായി കിടന്ന 9 വാർഡുകൾ ഒഴിവാക്കിയിട്ട് കഴക്കൂട്ടത്ത് മാത്രം 6 എണ്ണം ഉൾപ്പെടെ പുതിയ 10 വാർഡുകളാണ് രൂപീകരിച്ചത്. ഈ 10 വാർഡുകളിൽ 7 എണ്ണവും BJP പിടിച്ചു. 3 എണ്ണം മാത്രമാണ് CPM നേടാനായത്. എന്ന് പറഞ്ഞാൽ ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് ഒരു നയാ പൈസയുടെ പ്രയോജനം CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. സാധാരണ ഈ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകൾ മാറ്റിയെടുത്ത് ചെറുതായി അവിടെയും ഇവിടെയും നിന്നുള്ള ചില പോക്കറ്റ് വോട്ടുകളൊക്കെ എടുത്തു വച്ചിട്ട് അനുകൂലമാകുന്ന തരത്തിൽ ഒരു വാർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്വീകരിക്കുന്ന തന്ത്രം. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ജനങ്ങളുടെ വികാരം മറ്റൊന്നായിരുന്നു. ഇപ്പോൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം അത് കുറച്ചും കൂടി ഒരു ഗ്രാമീണ മേഖലയായി കിടക്കുന്ന ഇടമാണ്. നഗരത്തിൻ്റെ ഇപ്പോൾ IT ഹബ്ബൊക്കെ ആണെങ്കിലും കഴക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ഇപ്പോഴും പൂർണ്ണമായും ഒരു ഗ്രാമീണ മേഖലയാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ 6 പുതിയ വാർഡുകൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിനകത്തുണ്ടായിരുന്ന കുറേ വാർഡുകൾ വെട്ടിമാറ്റിയിട്ട് കഴക്കൂട്ടത്ത് പുതിയതായി 6 വാർഡുകൾ ഉണ്ടാക്കുകയായിരുന്നു. അത് CPM അവരുടെ സ്വാധീനം ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയായിരുന്നു. കഴക്കൂട്ടം അവരുടെ സ്ട്രോങ് ഹോൾഡാണ് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ കഴക്കൂട്ടത്ത് പുതുതായി ഉണ്ടാക്കിയ സൈനിക സ്കൂൾ വാർഡ് BJP ജയിച്ചു. അവിടെ കോൺഗ്രസ് രണ്ടാമതായി. ഈ സൈനിക സ്കൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറേ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച ചന്തവിള വാർഡ്, ആ ചന്തവിള വാർഡിലും ഇടതുപക്ഷം 3-ാം സ്ഥാനത്തായി. അവിടെ BJP ജയിച്ചു, കോൺഗ്രസ് 2-ാം സ്ഥാനത്ത്. 2 വോട്ടിനാണ് കോൺഗ്രസ് 2-ാം സ്ഥാനത്തായത്. അപ്പോൾ പുതുതായി രൂപീകരിച്ച സൈനിക സ്കൂൾ വാർഡ് പോയി. ചേങ്കോട്ടുകോണം എന്ന് പറഞ്ഞൊരു പുതിയ വാർഡ് ഉണ്ടാക്കി, അവിടെയും BJP ജയിച്ചു. അലത്തറ എന്ന് പറഞ്ഞൊരു പുതിയ വാർഡ് ഉണ്ടാക്കി, അവിടെയും BJP ജയിച്ചു. കുഴിവിള എന്ന് പറഞ്ഞൊരു പുതിയ വാർഡ് ഉണ്ടാക്കി, അവിടെയും BJP ജയിച്ചു. കാര്യവട്ടം എന്നൊരു പുതിയ വാർഡ് ഉണ്ടാക്കി, അവിടെയും BJP ജയിച്ചു. പാങ്ങപ്പാറ എന്ന് പറയുന്ന താരതമ്യേന വോട്ടർമാരുടെ എണ്ണം വളരെ കുറവായിരുന്ന, അതായത് നമ്മൾ കോർപ്പറേഷനിലെ മറ്റ് വാർഡുകളുമായി നോക്കുമ്പോൾ വളരെ കുറവായിരുന്ന ഒരു വാർഡിൽ മാത്രമാണ് കഴക്കൂട്ടത്ത് ഉണ്ടാക്കിയ പുതിയ വാർഡുകളിൽ BJPക്ക് മേൽ ഒരു ആധിപത്യം ഇടതുപക്ഷത്തിന് നേടാനായത്, അത് നേരിയ വോട്ടുകൾക്ക്. അപ്പോൾ കഴക്കൂട്ടത്ത് പുതുതായി ഉണ്ടാക്കിയ 6-ൽ 5 എണ്ണവും പോയി. അപ്പോൾ ഡീലിമിറ്റേഷൻ ആർക്ക് വേണ്ടിയായിരുന്നു? എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഡീലിമിറ്റേഷൻ നടത്തിയത് എന്നത് നമ്മൾ ഈ താത്വിക അവലോകനം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ജനങ്ങളുടെ മനസ്സറിയാൻ ഇടതുപക്ഷത്തിന് കഴിയാതെയാണ് ആ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടന്നത്. കഴക്കൂട്ടമായതുകൊണ്ട് ആളുകൾ ഞങ്ങളോടൊപ്പം നിന്നുകൊള്ളൂ എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഇനി കഴക്കൂട്ടം വിട്ടിട്ട് വട്ടിയൂർക്കാവിൽ 2 പുതിയ വാർഡുകൾ വന്നു. PTP നഗർ പോലെയുള്ള ഒരു വാർഡ് ഒഴിവാക്കിയിട്ട് 2 പുതിയ വാർഡുകൾ LDFിൻ്റെ സുരക്ഷിത മേഖലകൾ എന്ന നിലയിൽ ഉണ്ടാക്കിയതാണ്. അതിൽ അമ്പലമുക്ക് വാർഡ് തോറ്റു. അവരുടെ ഒരു സിറ്റിംഗ് കൗൺസിലറെ, അപ്പുറത്തുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് കൗൺസിലറെയാണ് ആ വാർഡിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി അമ്പലമുക്കിൽ മത്സരിപ്പിച്ചത്. പക്ഷേ അവിടെ BJP ജയിച്ചു. ഗൗരീശവട്ടം മാത്രമാണ് LDFന് പിടിച്ചു നിൽക്കാനായത്. ഗൗരീശവട്ടത്തും അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല, ഒരു മഹാഭൂരിപക്ഷത്തിനൊന്നുമല്ല, ഒരു മഹാഭൂരിപക്ഷം കിട്ടി ജയിക്കേണ്ടുന്ന നിലയിൽ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറായിരുന്നു ആ വാർഡിനുണ്ടായിരുന്നത്. അവിടെയും BJP 2-ാം സ്ഥാനത്ത് വന്നു. ഇനി കരുമം നിയമമണ്ഡലത്തിൽ ഉണ്ടാക്കിയ വാർഡാണ്. ആ നേമത്ത് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് തോന്നിച്ചിടത്ത് നിന്നൊക്കെ മാറ്റി ഒരു CPMന് സ്വാധീനമുള്ള മേഖലകളെ കൂടി ഉൾപ്പെടുത്തി ചെയ്തതാണ്. അവിടെയും മൃഗീയ ഭൂരിപക്ഷത്തിന് BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു. ഇനി മറ്റൊരു പുതിയ വാർഡ് രൂപീകരിച്ചത് കോവളം നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ്. അവിടെ 2 വാർഡുകൾ ഒഴിവാക്കിയിട്ട് അതിനെ ഒരുമിച്ച് ചേർത്ത് ഒരു പുതിയ പേരിലൊരു വാർഡുണ്ടാക്കി. ഇപ്പോൾ മുല്ലൂർ കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്ന ഇടമായിരുന്നു. കോട്ടപ്പുറം കഴിഞ്ഞ തവണ സ്വതന്ത്രം ജയിച്ച ഇടമായിരുന്നു. ഈ 2 വാർഡുകളും കൂടി ഒരുമിച്ച് ചേർത്ത് പോർട്ട് എന്ന് പറയുന്ന ഒരു വാർഡുണ്ടാക്കി, തുറമുഖ വാർഡ്. അവിടെ കഴിഞ്ഞ തവണ സ്വതന്ത്രനായി നിന്നിരുന്നയാളെ CPIയുടെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഈ 10 പുതിയ വാർഡുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ 3 മാത്രമാണ് ജയിക്കാനായത് എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് തെളിയിക്കുന്നതാണ്. ഇപ്പം ജനങ്ങളുടെ മനസ്സറിയാതെ ഡീലിമിറ്റേഷൻ നടത്തി എന്ന് പറയുന്ന CPMൻ്റെ ഒരു രാഷ്ട്രീയമായ
വലിയ അബദ്ധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായിരിക്കുന്നു എന്ന് വേണം ഈ 10-ൽ 7 BJP ജയിച്ചു എന്നതിലൂടെ നാം ബോധ്യപ്പെടേണ്ടത്. അല്ലാതെ വേറെ വലിയ കണക്കുകളൊക്കെ അവതരിപ്പിച്ച് അത് UDF അങ്ങനെ ചെയ്തുകൊണ്ടാണ്, LDF ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, BJP ഇങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വാർഡുകളിൽ പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട്, അതിൽ പലയിടത്തും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് എന്തുകൊണ്ട് എന്നുള്ള ചിന്ത കൂടി ഉണ്ടാവണം. അതാണ് പരമപ്രധാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു മാസക്കാലത്തെ മുന്നണികളുടെ പ്രചാരണ രംഗത്തെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചും വാർഡിൻ്റെ പൾസ് മനസ്സിലാക്കിയും പോളിംഗിന് ശേഷം മുന്നണികളുടെ സാധ്യതാ കണക്കുകൂട്ടലുകൾ അവലോകനം ചെയ്തും അവിടുത്തെ വോട്ടർമാരിൽ പല ആളുകളെയും ബന്ധപ്പെട്ട് ആ പൾസ് തിരിച്ചറിഞ്ഞും ദ ജേണോയും പൊളിറ്റിക്കൽ റൂമും പോസ്റ്റ് പോൾ സർവേ സാധ്യതാ ഫലം പുറത്തുവിടുകയാണ്. സാധാരണഗതിയിൽ ഒരു എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തുവിടുന്നത് പോലെയുള്ള അത്രമേൽ ആധികാരികമായ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും മുന്നണികളുടെ സാധ്യതാ കണക്കുകളും അതാത് വാർഡുകളിലെ വോട്ടർമാരുടെ പൾസുകളും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. ഞങ്ങളുടെ കണക്ക് കൂട്ടലനുസരിച്ച് തിരുവനന്തപുരത്ത് 40 മുതൽ 45 വരെ സീറ്റ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി നേടും. ഇടതുപക്ഷം പിന്നോട്ട് പോകുമെങ്കിലും BJPയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് 39 മുതൽ 44 വരെ സീറ്റ്, പരമാവധി 44 വരെ സീറ്റ്, BJPക്ക് 45 വരെ സീറ്റ് നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. UDF തുടക്കത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുവെങ്കിലും 14 മുതൽ 19 വരെ സീറ്റ് മാത്രമേ UDFന് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. 1 മുതൽ 3 വരെ സീറ്റ് സ്വതന്ത്രർ നേടാനുള്ള സാധ്യതയും തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നു എന്നാണ് നമ്മുടെ പോസ്റ്റ് പോൾ വിശകലനത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 100 വോട്ടിന് താഴെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 18 വാർഡുകൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്ന സാധ്യതയുള്ള 18 വാർഡുകൾ. ആ 18 വാർഡുകളെ പ്രത്യേകമായി പരിഗണിച്ചു കൂടിയാണ് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത BJPക്ക് ഒരല്പം കൂടുതലാണ്. അത് പക്ഷേ ഒരു ആധികാരികമായ മുന്നേറ്റമായി വിലയിരുത്താനാകില്ല എന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 40 മുതൽ 45 വരെ എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ഏത് ഡിജിറ്റുമാകാം. LDFനെ സംബന്ധിച്ചിടത്തോളം UDF തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് LDFുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് സ്വാഭാവികമായി LDFിൻ്റെ സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടാക്കും.